സയോണിയുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ കണ്ട പ്രകാശ് അവിടത്തെ പയ്യനെ ചോദ്യം ചെയ്തു. താൻ 6 മണിക്ക് ജോലി കഴിഞ്ഞ് പോകാറുണ്ടെന്നും ഇതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നും അവൻ പറഞ്ഞു. വർക്ക്ഷോപ്പിന്റെ ഓണറെ തങ്ങളുടെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താൻ പ്രകാശ് ആ പയ്യനോട് പറഞ്ഞു. വർക്ക്ഷോപ്പ് ഓണർ വരുന്നതിന് മുന്നേ പ്രകാശ് അവിടെ മാകെ പരിശോധിക്കുമ്പോൾ ഒരു കുഞ്ഞു റൂം കണ്ട് ഉള്ളിലേക്ക് കയറും. അവൻ അവിടെ പരതിയപ്പോൾ ഒരു ബോട്ടിൽ നിറയെ തോക്കിന്റെ പെല്ലറ്റ് ഇട്ടുവെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. തൊട്ടടുത്തുള്ള ഒരു ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു തോക്കും. ആ ഗണ്ണെടുത്ത് മുൻവശം സ്മെൽ ചെയ്ത് നോക്കിയപ്പോൾ ഫയർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോഴേക്കും പുറത്ത് വർക്ക്ഷോപ്പിന്റെ ഓണറുടെ ശബ്ദം കേട്ട് പ്രകാശ് അങ്ങോട്ടേക്ക് ചെന്ന് സ്കൂട്ടിയെപ്പറ്റി ചോദിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചും കൊണ്ട് വന്നു എന്നും താൻ നോക്കിയപ്പോൾ എഞ്ചിൻ സ്റ്റക്കാണെന്ന് മനസ്സിലാകുകയും ആ കാര്യം കുട്ടിയോട് പറഞ്ഞപ്പോൾ നാളെ 2 വീലർ വർക്ക്ഷോപ്പിൽ നിന്നും ആരേലും കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടി എടുത്തോളാം എന്നും പറഞ്ഞ് പോയെന്നും അയാൾ പറഞ്ഞു. ആ പെൺകുട്ടി പോയതിനു ശേഷം നിങ്ങൾ എവിടെ പോയി എന്ന് പ്രകാശ് ചോദിച്ചപ്പോൾ ആദ്യം അവൻ ചില കള്ളങ്ങൾ പറയുമെങ്കിലും പ്രകാശ് അയാളുടെ ഷർട്ട് മാറ്റുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്തായി ചതഞ്ഞ ഒരു പാട് കണ്ട് തോക്ക് റീകോയിലായി നെഞ്ചിലിടിച്ചതല്ലേ എന്ന് പ്രകാശ് അയാളോട് ചോദിച്ചു. ഓണർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി പച്ചമലയിൽ സുഹൃത്തായ റേഞ്ചറുടെ അറിവോടുകൂടി ഞങ്ങൾ 1-2 പേർ കാട്ടുമുയലിനെ പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇത് കേട്ട പ്രകാശ് കോൺസ്റ്റബിൾ മാരിമുത്തുവിനോട് ഈ കാര്യം സത്യമാണോ എന്ന് റേഞ്ചറെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. മാരിമുത്തു വിളിച്ചന്വേഷിച്ച ശേഷം പ്രകാശിനോട് വർക്ക്ഷോപ്പ് ഓണർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് പറയും. തങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടികളെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന കൊലപാതകി ഇവനല്ല എന്ന് പ്രകാശിന് മനസ്സിലായി.